പ്രസാദ് എവിടെ? അവൻ വീട്ടിൽ നിന്ന് അതിരാവിലെ ഇറങ്ങിയതാണല്ലോ. പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിന്റെ തിരക്കിലാ. ഈയിടെയായി വൈകുന്നേരങ്ങളിലേ വരാറുള്ളൂ. പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രസാദ് ഫിനാൻസിന്റെ ബ്രാഞ്ചാണല്ലോ തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും മാഡത്തോട് പറയാത്തത്. അത് പ്രസാദ് സാറിന്റെ സ്വന്തം കമ്പനിയാണല്ലോ. എനിക്ക് ക്യാഷ് ബുക്ക് ഒന്ന് കാണണം. ക്യാഷ് ബുക്ക് എഴുതുന്ന പതിവ് ഇപ്പോൾ ഇല്ല മാഡം. ടാലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ നാളായല്ലോ. ടാലിയിൽ എൻ്റർ ചെയ്ത എല്ലാ വിവരങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. പണ്ട് ഇയർ എൻഡിൽ മാത്രമല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമായിരുന്നുള്ളൂ. ഇപ്പം ടാലി വന്നതുകൊണ്ട് ഏത് ദിവസം നോക്കിയാലും അതുവരെയുള്ള പ്രോഫിറ്റും ബാലൻസ് ഷീറ്റും കിട്ടും. താലി എന്ന് പറഞ്ഞ താലിയല്ല മാഡം, ടാലി, TALLY. മാഡത്തിന് അറിയില്ലേ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ കാര്യം? ഓ ടാലി. മനസ്സിലായി പോക്കോ. നിൽക്ക്, ഇവിടെ വന്നിരിക്കെ. എനിക്ക് സംസാരിക്കണം. അമ്മേ, 10 പേര് 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ടാ ഞാൻ വരുന്നത്. എനിക്കൊന്ന് കുളിക്കണം, ആഹാരം കഴിച്ച് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കിടക്കണം. എന്റെ മോനെന്തിനാ 10 പേരുടെ ജോലി ചെയ്യുന്നത്? ഒരാളിന്റെ ജോലി ചെയ്താൽ മതി. ബാക്കി 9 പേരുടെ ജോലി നമ്മൾ ശമ്പളം കൊടുത്തു നിർത്തിയിരിക്കുന്ന ജോലിക്കാർ നോക്കട്ടെ. അങ്ങനെ വിട്ടുകൊടുത്ത അമ്മമാരെ കട്ടുമുടിക്കും. അമ്മേ, നമ്മൾ നടത്തുന്ന 2 ബിസിനസ്സിലും പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ്സുകൾ നടത്താൻ പറ്റും. അത് ശരിയാ. അതെനിക്ക് മനസ്സിലായിട്ടെ ഒരുപാട് നാളായി. എന്തു മനസ്സിലായെന്ന് അമ്മ പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യേ. ശർക്കര കൊടുത്ത് കൈയിട്ടാൻ നക്കാത്തവരുണ്ടോ? അതുകൊണ്ടാ ഒരു CIDയുടെ മട്ടിൽ ഞാനിങ്ങനെ ഓരോ മുക്കിലും മൂലയിലും ഓടി നടക്കുന്നത്. അമ്മയുടെ ശർക്കരക്കുടത്തിൽ കൈയിടുന്ന മക്കളെയും സൂക്ഷിക്കണം. മനസ്സിലായില്ല? മകന്റെ കയ്യിൽ ശർക്കര പറ്റിയാൽ അവനും നക്കി നോക്കും. ഞാൻ പറയുന്നതിനെല്ലാം ഒരർത്ഥമേ ഉള്ളൂ. പക്ഷേ അമ്മ പറയുന്നതിനെല്ലാം ഒന്നിലധികം അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്നിലധികം അല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥവും അനർത്ഥവും ഒക്കെ അമ്മ മനസ്സിനകത്തിട്ട് കുഴച്ചവിയൽ പരുവത്തിലാക്കി വെക്ക്. അമ്മയുടെ ബ്ലഡ് പ്രഷർ കൂടും, അത്ര തന്നെ. നിക്കാൻ. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ അമ്മയുടെ മകനാണ്, വേലക്കാരനല്ല. വേലക്കാരനാണ് ചില കാര്യങ്ങളിൽ മകനേക്കാൾ ഭേദം. വേലക്കാരന് ശമ്പളം കൊടുത്താ മതി. അവൻ മോഷ്ടിക്കുന്നു കണ്ട 2 അടിയും കൊടുത്ത് ജോലിന്ന് പറഞ്ഞു വിടുകയും ചെയ്യാം. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. മാഡത്തിന്റെ മനസ്സിൽ തിളയ്ക്കുന്ന അവിയല് നല്ലോണം വെന്തു. ഇനിയെങ്കിലും അതങ്ങ് ഇറക്കി വെക്ക്, അല്ലെങ്കിൽ അടി പിടിക്കും. പരിഹസിക്കാതെടാ. നീ എന്തിനാ ഇങ്ങനെ നിന്നെ തന്നെ ചതിക്കുന്നത്? എന്റെ എല്ലാ സ്വത്തും ഞാൻ മരിച്ചു കഴിഞ്ഞാ നിനക്ക് തന്നെ കിട്ടും. അതറിഞ്ഞിരുന്നിട്ടും നീ എന്തിനാ എന്റെ സ്വത്ത് ഇങ്ങനെ ചുരണ്ടിയെടുക്കുന്നത്? നീ എന്നെ ചതിക്കുന്നത് നീ നിന്നെ തന്നെ ചതിക്കുന്നതിന് തുല്യല്ലേ? ഇതേ ആശയങ്ങൾ തന്നെയല്ലേ നോണ പറഞ്ഞു കുടുംബങ്ങൾ നശിപ്പിക്കാൻ നടന്ന ആ സ്ത്രീയോട് അന്നമ്മ പറഞ്ഞത്? രാജമ്മ അമ്മുമ്മ. അമ്മ മലർന്നു കിടന്ന് മുകളിലേക്ക് തുപ്പുന്നു. തുപ്പൽ അമ്മയുടെ മുഖത്ത് തന്നെ വീഴുന്നു. കരുണ ഫിനാൻസും അബ്കാരി ബിസിനസ്സും ഞാൻ നിന്നെ ഏൽപ്പിച്ചു. നിന്റെ പണവും എന്റെ പണവും രണ്ടല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അബ്കാരി ബിസിനസ് അമ്മ എന്നെ ഏൽപ്പിച്ചതല്ല,
എന്റെ ബുദ്ധിയും കൗശലവും സൗഹൃദങ്ങളും പ്രയോജനപ്പെടുത്തി ഞാൻ തുടങ്ങിയതാണ്. ആ രംഗത്ത് പരിചയമുള്ള അച്ഛനെ പോലും ഞാൻ അകറ്റി നിർത്തിയത് അമ്മ പറഞ്ഞതുകൊണ്ടാണ്. അച്ഛൻ ഇന്ന് ഞാൻ ഉപേക്ഷിച്ച എന്റെ ഭാര്യ താമസിക്കുന്ന വീട്ടിൽ വേലക്കാരനെ പോലെ കഴിയുന്നു. അയ്യോ, അതിനും ആളുകൾ അമ്മയല്ല എന്നെയാണ് പഴിക്കുന്നത്. നീ വിഷയം മാറ്റണ്ട. ഏത് വിഷയം? എന്ത് വിഷയം? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? അത് തുറന്ന് പറയണം. ഇങ്ങനെ മുന്നിൽ പിടിച്ചു നിർത്തി ക്രോസ് ചെയ്യാൻ ഞാൻ ക്രിമിനൽ കേസിലെ പ്രതിയല്ല, അമ്മ പ്രോസിക്യൂട്ടറും അല്ല. കോടതിയിൽ നീ പ്രതിയല്ല, പക്ഷേ എന്റെ മുമ്പിൽ നീ ക്രിമിനൽ കേസിലെ പ്രതി തന്നെയാണ്. എങ്കിലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ വിധിക്കും. എടാ, അവിടെ നിൽക്കാൻ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഹലോ. ഇല്ല സെൽവൻ, ഇന്നെനിക്ക് നല്ല മൂഡില്ല. ഞാൻ ചില ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. വന്നാലും അവിടെ മലമറിക്കാനൊന്നുമില്ലല്ലോ. വീട്ടിലിരുന്നാന്ത്, ഓഫീസിരുന്നാന്ത്. ഞാൻ സൈൻ ചെയ്യേണ്ട അർജൻറ്റ് പേപ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊടുത്തു വിട്ടാൽ മതി. ഓക്കെ. മോളെ, നിന്റെ മേഴ്സി കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ആൽഫ്രഡിന് ചില കാര്യങ്ങൾ ബാലുവിനോട് സംസാരിക്കാണ്ട്. ഈ മുഖം കാണുന്നത് തന്നെ ബാലുവിന് ഇഷ്ടമല്ല. എന്താ അങ്കിളിന് ബാലുവിനോട് പറയാനുള്ളത്? എന്നോട് പറയൂ, ഞാനത് ബാലുവിനെ അറിയിക്കാം. അതുപോരെ? മോളെ, എന്തൊക്കെയായാലും ഞാൻ അവനെ പ്രസവിച്ച സ്ത്രീയല്ലേ. എൻ്റെ ആ അവകാശം ബാലുവിന് നിഷേധിക്കാനാവുമോ? റീത്തയും എൻ്റെ ഗർഭത്തിൽ കിടന്നവൾ, അവളെയും ബാലുവിന് തള്ളിക്കളയാനാവുമോ? പിന്നെ ആൽഫർട്ടും അൻപും. ആൽഫർട്ട് എൻ്റെ ഭർത്താവ്, അൻപഴകൻ റീത്തയുടെ ഭർത്താവ്. എൻ്റെ മകൻ ബാലു കോടീശ്വരനല്ലേ. കോടികളൊന്നും ആവശ്യപ്പെടാനല്ല, തികച്ചും പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ പറയാനാണ് ആൽഫ്രഡ് ആഗ്രഹിക്കുന്നത്. ഹേമ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അത് ബാലുവിൻ്റെ മൂഡ് എപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് പറയാനാവില്ല. ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ. ബാലു, ആൽഫ്രഡ് അങ്കിളിന് ബാലുവിനോട് എന്താ സംസാരിക്കണമെന്ന്? ഞാൻ അവരെ വീടിനകത്ത് കയറാൻ അനുവദിച്ചില്ല. നിന്നെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. നീ പോയില്ല എന്ന് മാത്രമല്ല, അവരെ വീട്ടിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു, ഭക്ഷണം കൊടുത്തു, കിടക്കാൻ മുറികൾ കൊടുത്തു. ഒരാഴ്ചയെങ്കിലും അവരെ ഇവിടെ താമസിപ്പിക്കണമെന്ന് എന്നെ ഉപദേശിച്ചു. അനവധി തവണ ഞാൻ നിന്റെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. ഇക്കുറിയും തോറ്റു വന്നു. ബട്ട് ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ്. ഓക്കെ? അവർ പറയുന്നതൊന്ന് കേൾക്കുന്നതിൽ എന്താ തെറ്റ്? ബാലുവിന് പരിപൂർണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞാൽ അവരെന്റെ മുമ്പിൽ ചില ഡിമാൻഡുകൾ വയ്ക്കാൻ പോകുന്നു എന്നല്ലേ അർത്ഥം? എന്തിനാ ബാലു ഈ മുൻവിധി? ആദ്യം അവർ പറയുന്നത് കേൾക്കൂ. പറയാനുള്ളത് പെട്ടെന്ന് പറയണം. ഞാൻ അത്യാവശ്യമായി ചില ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുക. May I sit here? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം കോപമില്ലാതെ നീ എൻ്റെ മുഖത്തൊന്ന് നോക്കണം എന്നാണ്. അമ്മയുടെ ആഗ്രഹമാണിത്. നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറയുന്നു, പക്ഷെ അതിനെന്താ തെളിവ്? 3 മാസം പ്രായമുള്ളപ്പോൾ കണ്ട ആ മുഖം ഈ പ്രായത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തന്നെ പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുമോ? ഇല്ല. സ്വന്തം മുലപ്പാല് കൊടുത്ത് താരാട്ട് പാടിയുറക്കി സ്വയം ഉറങ്ങാതിരുന്ന് കമഴ്ന്ന് വീഴുമ്പോഴും ഇരിക്കാൻ തുടങ്ങുമ്പോഴും പിച്ച നടക്കുമ്പോഴും നോവാതെ വീഴാതെ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കൂടി ചെയ്താലേ അവർ ശരിക്കും അമ്മ എന്നുള്ള പേരിന് അർഹത നേടൂ. പ്രസവിച്ച കുട്ടിയെ വിസർജ്യ വസ്തു എന്ന പോലെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞവൾ അമ്മയാണോ? അല്ല.
3 മാസം വരെ എനിക്ക് മുലപ്പാൽ തന്ന നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയി. അടുത്ത ദിവസം മുതൽ എന്റെ ഭക്ഷണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ? ഇല്ല. ഞാനന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ? ഇന്ന് നിങ്ങൾ എവിടെ പോവായിരുന്നു? പറയൂ. ബാലു, ആലീസിന്റെ ഹൃദയം വളരെ ദുർബലമാണ്. ഏത് സമയത്തും അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഹൃദയമാണ് അവളുടേത്. അതുകൊണ്ട് ഇനിയൊന്നും അവളോട് പറയരുത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. വേഗാവട്ടെ. ഫസ്റ്റ് ഓഫ് ആൾ, 1, ഞങ്ങളെ ഉടനെയൊന്നും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. 2, ഞങ്ങൾ വെറും പാരസറ്റായി ജീവിക്കാൻ വന്നവരല്ല. യു ഗീവ് മീ എ ജോബ് ഇൻ യുവർ കമ്പനി. ഐ വാസ് ആൻ എഞ്ചിൻ ഡ്രൈവർ ഇൻ റെയിൽവേ. തീവണ്ടി ഓടിക്കുന്ന ആളിന് എക്സ്പോർട്ട് കമ്പനിയിൽ എന്ത് ജോലി കിട്ടും? എനിത്തിങ്. എ സൂപ്പർവൈസർ. ഒന്നുമില്ലെങ്കിൽ സെക്യൂരിറ്റി ആയെങ്കിലും. പിന്നെ റീത്ത ഈസ് ആൻ എക്സലന്റ് റിസപ്ഷനിസ്റ്റ്. ഷീ ഹാസ് സ്റ്റഡീഡ് അപ് ടു +2 ആൻഡ് ഡിഡ് എ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ. மச்சா நீங்க தமிழ் ஒரு படம் பிடிச்சிருக்கோ, நான் மியூசிக் போட்டுறேன். ஒரே ஒரு படம், இளையராஜா, AR ரஹ்மான், ക്ലീൻ ഔട്ട്. ഇതൊന്നും തന്നെ ഇപ്പൊ സാധ്യമല്ല. അയ്യോ, എന്റെ കമ്പനി തകർന്നുകൊണ്ടിരിക്കുക. ഉള്ള ജോലിക്കാരിൽ കുറച്ചുപേരെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ്. ആ സമയത്ത് പുതിയവരെ അപ്പോയിന്റ് ചെയ്താൽ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കും. ബിഗ് ബ്രദർ, വി ആർ യുവർ റിലേറ്റീവ്സ്. ബന്ധുക്കളാണ്. ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണെന്ന് പറയണം. അണ്ണേ, തൊഴിലാളി യൂണിയന്റെ മുമ്പിൽ ബന്ധുക്കളും അന്യരും എന്ന വ്യത്യാസമില്ല. ബാലു, നീ ഇങ്ങനെ പറഞ്ഞൊഴിയരുത്. ഞങ്ങൾ തെരുവിലായി പോവും. നിങ്ങൾ തെരുവിലായി പോയെങ്കിൽ അതിന് ഞാൻ കാരണക്കാരനാണോ? അണ്ണേ, മച്ചാ മച്ചാ, We will stay here. You have every right to stay here. യൂണിയന്റെ പേര് പറഞ്ഞല്ലേ ബാലു നമ്മളെ ഒഴിവാക്കുന്നത്. നമുക്കും ഒരു യൂണിയൻ ഉണ്ടാക്കാം. മകന്റെ ക്രൂരതയ്ക്കെതിരെ പെറ്റമ്മ നയിക്കുന്ന യൂണിയൻ. നമ്മുടെ മുദ്രാവാക്യം ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. அண்ணே, மச்சானுக்கிட்ட சொல்லுங்க. എന്നോട് ക്ഷമിക്കു ബാലു. ഹേമ, പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ്. വേണ്ട, അമ്മയും മകനും ഒന്നും ഇനിയില്ല. ഇനി ഞാൻ ബാലസുബ്രഹ്മണ്യം, നിങ്ങൾ വിശാലാക്ഷി അമ്മാൾ. കമ്പനിയിൽ നിങ്ങൾ MD, ഞാൻ ചെയർമാൻ. നമുക്ക് തമ്മിൽ ആ ബന്ധം മാത്രം മതി. നീ കേൾക്കാനായിട്ടാ ഞാൻ പറയുന്നത്. ചെവിക്ക് പൊട്ടൊന്നുമില്ലല്ലോ നിനക്ക്? ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ അച്ഛന്റെ സ്വത്ത് വെച്ച് ജീവിച്ചോണം നീ. MDക്കല്ലാതെ MDയുടെ മകൻ ഇവിടുത്തെ പൈസ എടുത്ത് ജീവിക്കാനുള്ള അവകാശമില്ല. ഞാൻ നിങ്ങളുടെ മകനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനോ എന്റെ വിജയം അംഗീകരിക്കാനോ കഴിയില്ല. അതെനിക്ക് മനസ്സിലായി. പിന്നെ എന്റെ കൂട്ടുകാരൻ ചതിയനാണെങ്കിൽ അവൻ ചതിച്ചത് എനിക്ക് വേണ്ടിയാ. പാല് തന്ന് വളർത്തിയെന്ന് കണക്ക് പറഞ്ഞ് പാലിൽ വിഷം ചേർക്കുന്ന നിങ്ങളെക്കാൾ വിശ്വസ്തനാണ് അവൻ. ഹോ, വിശാലാക്ഷി അമ്മാൾ എത്ര വലിയ മനസ്സുള്ള സ്ത്രീയെന്ന് നാട്ടുകാർ പറയുമല്ലോ. അതിനു വേണ്ടി വെറും ഉപകരണമാക്കുമായിരുന്നു നിങ്ങൾ എന്നെ. ഈശ്വര,
ഇവന് നല്ല ബുദ്ധി തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? നോക്കടാ, അവൻ എന്താ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്ന നോക്ക്. ആ കത്തൊന്നെടുത്ത് വായിച്ചു നോക്ക്. നിന്നെ കുറിച്ച് അവൻ എന്ത് കരുതലുണ്ടെന്ന് ഒന്ന് വായിച്ചു നോക്ക്. ബാലു, അവൻ എന്തെങ്കിലും അപകടം പറ്റുമെന്നായി എന്റെ സങ്കടം. അവൻ കരുണാലയത്തിൽ ചെന്നിട്ടില്ല, നമ്മുടെ അറിവിലുള്ള ഒരിടത്തും ചെന്നിട്ടില്ല. എന്നാ പിന്നെ വല്ല ആക്സിഡന്റിലും ചത്ത് കാണും. ചാകട്ടെ, ഈ ലോകത്തൊരു പൊട്ടന്റെ ഭാരം കുറഞ്ഞു, അത്രയും വിചാരിച്ചാ മതി. ബാലു, സ്നേഹവും നന്ദിയും ഇല്ലാത്തവനെ. ആർക്ക് വേണോടാ നിന്നെ തെറി വിളിക്കാൻ അവകാശം? എനിക്ക് വേണ്ട. എനിക്ക് വേണമായിരുന്നു നിന്നെ വഴക്ക് പറയാനും ശാസിക്കാനും, നിന്നോട് സംസാരിക്കാനും, നിന്റെ നെഞ്ചത്ത് വീണ് കരയാനും ഒക്കെ എനിക്ക് അവകാശം വേണമായിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ വരെ. പക്ഷേ എന്നെ കൊല്ലാൻ ആളയച്ച സ്ഥിതിക്ക് എനിക്കിനി അത് വേണ്ട. നിന്റെ മേൽ ഒരവകാശം എനിക്ക് വേണ്ട. നിന്നെ കുറിച്ച് ഒരാഗ്രഹവും എനിക്കില്ല. എനിക്കിനി നിന്നെ കാണുകയും വേണ്ട.